ഹിന്ദു പുരാണങ്ങളിലും വേദസാഹിത്യത്തിലും പ്രസിദ്ധയായ മഹത്തായ സ്ത്രീയാണ് ലോപാമുദ്ര. അവൾ മഹർഷിയായ അഗസ്ത്യന്റെ ഭാര്യയും ബുദ്ധി, ആത്മബലം, ആത്മനിയന്ത്രണം എന്നിവയുടെ പ്രതീകവുമാണ്. ലോപാമുദ്ര ഒരു സാധാരണ ഗൃഹിണി മാത്രമല്ല, ആത്മീയതയും ഗൃഹജീവിതവും സമന്വയിപ്പിച്ച അപൂർവ സ്ത്രീരൂപമാണ്. ലോപാമുദ്ര ശ്രീവിദ്യ ഉപാസകയും കൂടി ആയിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലോപാമുദ്ര ഹാദി വിദ്യയുമായി ബന്ധപ്പെട്ടവളാണ്. ശ്രീവിദ്യ ആരാധനയുടെ പ്രധാന പ്രവാഹങ്ങളിൽ ഒന്നായ ഹാദി വിദ്യയിൽ കാമേശ്വരിയുടെ ശക്തിയെ സ്വയം ആവാഹിച്ച് ഉണർത്തുന്നതിലൂടെ ആത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും ബന്ധം തിരിച്ചറിയുന്നതിലാണ് പ്രധാനമായും ശ്രദ്ധ നൽകപ്പെടുന്നത്. ലോപാമുദ്രയെ വിദർഭ രാജാവ് വളർത്തിയതായി പറയപ്പെടുന്നു. മഹർഷി അഗസ്ത്യൻ അവളെ വിവാഹം കഴിച്ചതിനു ശേഷം ലോപാമുദ്ര സന്യാസ ജീവിതത്തിന്റെയും ഗൃഹസ്ഥ ജീവിതത്തിന്റെയും ഇടയിൽ സമതുലിതമായ ഒരു പാത പിന്തുടർന്നു. ഭർത്താവിന്റെ കഠിന തപസ്സിനൊപ്പം നിലകൊണ്ടിരുന്ന അവൾ ഗൃഹധർമ്മവും സ്ത്രീധർമ്മവും ഒരുപോലെ ആചരിച്ചു. ലോപാമുദ്രയുടെ ധൈര്യവും കൃത്യമായ ആശയവിനിമയവും വഴി അവളുടെ മഹത്വം വ്യക്തമായി പ്രത്യക്ഷപ്പെടുന്നു. ഭർത്താവായ അഗസ്ത്യനോട് അവൾ തന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും തുറന്നു പറയുന്നത് സ്ത്രീയുടെ ആത്മഗൗരവത്തിന്റെയും സ്വയം ബോധത്തിന്റെയും ശക്തമായ ഉദാഹരണമാണ്. അവളുടെ വാക്കുകൾ അഹങ്കാരമില്ലാത്തതും എന്നാൽ ഉറച്ച ആത്മവിശ്വാസം നിറഞ്ഞവയും ആയിരുന്നു. വേദങ്ങളിലും ലോപാമുദ്രയ്ക്ക് സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിലെ ചില സൂക്തങ്ങൾ ലോപാമുദ്രയുടെ പേരിൽ അറിയപ്പെടുന്നു. ഇത് അവൾ ഒരു ദാർശനികയും കവയിത്രിയും ആയിരുന്നു എന്നതിന്റെ തെളിവാണ്. ആത്മീയ ജ്ഞാനവും ലൗകിക ജീവിതവും തമ്മിൽ വൈരുദ്ധ്യമല്ല, മറിച്ച് പരസ്പരം പൂർണ്ണമാക്കുന്നവയാണെന്ന് അവളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ് ലോപാമുദ്ര. അവൾ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയിലൂടെ ശക്തി, മൗനത്തിലൂടെ ജ്ഞാനം, ധൈര്യത്തിലൂടെ നീതി എന്നിവയാണ്. ആത്മബലം നഷ്ടപ്പെടാതെ ബന്ധങ്ങളെ ബഹുമാനിച്ച് സ്വന്തം ശബ്ദം ഉയർത്താൻ കഴിയുന്ന സ്ത്രീയുടെ ശാശ്വത മാതൃകയായി ലോപാമുദ്ര ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു.